കാലം കവർന്നെടുത്തൊരു ചരിത്ര വ്യക്തിത്വം. ആ മഹോന്നത വ്യക്തിക്ക് സമർപ്പിക്കുന്ന മഹാസമർപ്പണമാണിത്, മഹാസമ്മാനമാണിത്, മഹത്തായ സംരംഭമാണിത്. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലും സാമൂഹ്യനീതിക്കു വേണ്ടിയുമുള്ള പോരാട്ടങ്ങളിലും നമ്മുടെ പാർലമെന്റിലെങ്ങും മുഴങ്ങിക്കേട്ട വേറിട്ട ശബ്ദത്തിനുടമയായിരുന്നു മൺമറഞ്ഞുപോയ ജനാബ് ഇബ്രാഹിം സുലൈമാൻ സേഠ്. അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണയ്ക്കു മുൻപിൽ നിശ്ചയദാർഢ്യത്തോടെ തുടക്കമിട്ട പ്രസ്ഥാനമാണ് സുലൈമാൻ സേഠ് സെന്റർ സിറ്റി ചാപ്റ്റർ. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും ആതുര സേവനത്തിന്റെയും അന്തസ്സുറ്റ അടയാളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നന്മ നിറഞ്ഞ ഈ സംരംഭമിന്ന്. ഈ ട്രസ്റ്റിന് കീഴിലായി കോഴിക്കോട്ടും തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ശാഖയായ ഒരു മഹത് സ്ഥാപനം. അതാണ് സുലൈമാൻ സേഠ് ഫിസിയോതെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്റർ. കോഴിക്കോട് നഗരത്തോട് തൊട്ടുരുമി നിൽക്കുന്ന തെക്കൻ കടലോരത്തെ കുറ്റിച്ചിറയിലാണ് ഈ സ്ഥാപനം ഇപ്പോൾ നിലകൊള്ളുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഒരു ക്ലിനിക്കും ഫിസിയോതെറാപ്പി സെന്ററും മാത്രമായി ആരംഭം കുറിച്ച ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ ഹോം കെയർ സേവനത്തിനും സ്പീച്ച് തെറാപ്പിക്കും കൂടി തുടക്കമിട്ടു കഴിഞ്ഞു. സാധാരണ ജനവിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലും ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് തീർത്തും സൗജന്യവുമായാണ് ഇവിടുത്തെ സേവനം സജീവമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 500-ൽ പരം രോഗികളാണ് ചികിത്സാർത്ഥം ഇവിടെ ആശ്രയിക്കുന്നത്. ശരിയാണ്, ഇവിടം അവരുടെ ആശയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലെ മറ്റു തെറാപ്പി സെൻ്ററുകളെ അപേക്ഷിച്ച് നമ്മുടെ സെൻ്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മൾ മിതമായ നിരക്കിൽ സേവനം നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, മികച്ച രീതിയിലുള്ള ക്വാളിഫൈഡ് ആയുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക സംവിധാനത്തിലുള്ള പരമാവധി ഉപകരണങ്ങൾ നമ്മുടെ സെൻ്ററിൽ സേവനത്തിനായി, പരിശോധനയ്ക്കായി നൽകുന്നു എന്നുള്ളത് ഈ സെൻ്ററിനെ തീർത്തും വ്യത്യസ്തമാക്കുന്നുണ്ട്. തീരദേശ മേഖലയായ കുറ്റിച്ചിറയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനമെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഉപയോഗം ലഭ്യമാവും വിധമാണ് സംവിധാനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഫിസിയോതെറാപ്പി സെൻ്റർ എന്ന നിലക്കാണ് ആരംഭം കുറിച്ചതെങ്കിലും പിന്നീട് രോഗികളുടെയും അഭ്യുതകാംക്ഷികളുടെയും പ്രതീക്ഷക്കൊത്ത് സ്പീച്ച് തെറാപ്പി സെൻ്റർ കൂടി ആരംഭിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വരികയും സ്പീച്ച് തെറാപ്പി സെൻ്റർ ഭംഗിയായി പ്രവർത്തിച്ച് വരികയും ചെയ്യുകയാണ്. രോഗികൾ എന്ന നിലക്ക് സ്ഥാപനത്തിലെത്തുന്നവർക്ക് സൗജന്യമായി സേവനം നൽകുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് സൗജന്യ നിരക്കിലും ആണ് സേവനങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ MBBS MD ഡോക്ടർമാരുടെ സേവനവും സൗജന്യ നിരക്കിൽ നൽകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരവധി പേർക്ക് ഫിസിയോതെറാപ്പി വേണ്ടുന്നൊരു കാലം. പല സ്ഥലങ്ങളിൽ സമയം പോലും കിട്ടാൻ സാധ്യതയില്ലാത്തൊരവസ്ഥ. ഹോം തെറാപ്പിയും കൂടി ഉണ്ട് ഇതിൽ. അതാണ് വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്നത്. കാരണം ചിലവർക്കൊന്നും ആളുണ്ടാവില്ല കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത്തരം ഒരാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആംബുലൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനങ്ങളോ വിളിച്ചു കൊണ്ടുവരാൻ വളരെയധികം ചിലവാണ്. അവർ വീട്ടിൽ വന്നിട്ട് സർവീസ് നടത്തി തരുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ പ്രയോജനം കൃത്യമായിട്ട് ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ സേവനമാണ്. അതേപോലെ തന്നെ സ്പീച്ച് തെറാപ്പി ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കുട്ടികളിൽ തന്നെ ഉണ്ട് അത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് ഇത്തരം ചെറിയ വളരെ ഭാരിച്ച ചിലവാണ്. ദിവസം എന്നൊക്കെ പറഞ്ഞ മാതിരി ചെയ്യേണ്ടുന്ന ഒരു സാധനം എത്ര കാലം ഒരാൾക്ക് ഒരു സാധാരണക്കാരനെ എങ്ങനെ വഹിക്കാൻ വേണ്ടി കഴിയുന്നതിൻ്റെ ചിലവ്. അപ്പം അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന സേവനം വളരെ മഹത്തരമായിട്ടുള്ളതാണ്. എത്രയോ പേർക്ക്, പൈസ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ പൈസ ഉള്ളവർക്കും, രോഗത്തിന് പണമായിട്ട് ബന്ധമില്ലല്ലോ, അവർക്കുമൊക്കെ വേണ്ട രീതിയിൽ സേവനം നടത്തുന്ന നമ്മുടെ ഈ സെൻറ്റർ വളരെ വളരെ മുന്നോട്ട് കൂടുതൽ ആൾക്കാർക്ക് സമാധാനം പറഞ്ഞുകൊണ്ട് ഭാവിയിൽ നല്ല ഒരു സെൻ്ററായി വീണ്ടും ഇതിന് കൂടുതൽ കൂടുതൽ വികസനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. 2023 ജൂൺ മാസം 4-ാം തീയതി ഞായറാഴ്ച അന്നായിരുന്നു സുലൈമാൻ സേഠ് ഫിസിയോതെറാപ്പി സെന്ററിന് കുറ്റിച്ചിറയിൽ തുടക്കമിട്ടത്. ഏറ്റവും മികവാർന്ന അടിസ്ഥാന സൗകര്യം,
വൈദഗ്ധ്യം നേടിയ തെറാപ്പിസ്റ്റുകളുടെ നിസ്വാർത്ഥ പരിചരണം, ആധുനിക സാങ്കേതിക സംവിധാനത്തിലുള്ള വൈദ്യശാസ്ത്രോപകരണങ്ങൾ, അനുബന്ധ ഘടകങ്ങൾ, ഇത്രയൊക്കെ തന്നെ പോരെ ഈ ഫിസിയോതെറാപ്പി സെന്ററിനെ മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും വേറിട്ടതാക്കാൻ? സുലൈമാൻ സേഠ് സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സർവീസ് എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് 2 വർഷം മുമ്പ് രൂപീകൃതമാകുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ ബൃഹത്തായിരുന്നു. ഇന്ത്യ മുഴുവനും തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഒരു ശ്രേഷ്ഠമായ മാതൃക വരും തലമുറക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ വിഭാവന ചെയ്തത്. അതിൻ്റെ ആസ്ഥാനം കോഴിക്കോട്ട് വരുമ്പോൾ ആദ്യമായി കോഴിക്കോട്ട് ഞങ്ങൾ സിറ്റി ചാപ്റ്റർ രൂപീകരിക്കുകയായിരുന്നു. വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ള സിറ്റി ചാപ്റ്റർ 1 വർഷം കൊണ്ട് തന്നെ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. ആ പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള സ്വപ്നങ്ങളുമായാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കോഴിക്കോട്ട് ഞങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആസ്ഥാന മന്ദിരം സുലൈമാൻ സേഠ് സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സർവീസ്, അതായത് രാഷ്ട്രീയത്തിൻ്റെ ഉദാത്ത മാതൃകകൾ കാഴ്ചവെച്ച ഒരു വലിയ മനുഷ്യൻ്റെ, ഒരു രാഷ്ട്രീയ അധികാരൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ ഗവേഷണം നടത്തുക, വരും തലമുറക്ക് നല്ല രാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ജീവകാരുണ്യ മേഖലയിലാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തു മാത്രമല്ല, സുലൈമാൻ സേഠിൻ്റെ ജീവിതം കാഴ്ചവെച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യത്തുടനീളം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇത്തരം സംരംഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ആഗ്രഹിക്കുന്നത്. എണ്ണമറ്റ പദ്ധതികളാണ് ദീർഘവീക്ഷണത്തോടുകൂടി ഈ പ്രസ്ഥാനം അവശ്യ സമൂഹങ്ങൾക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഫിസിയോതെറാപ്പി സെന്ററിനു പുറമെ ഫിസിയോതെറാപ്പി മൊബൈൽ യൂണിറ്റ്, മെഡിക്കൽ ഹോബിലിറ്റേഷൻ എക്യുപ്മെന്റ്സ്, കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള കൗൺസിലിംഗ് സംവിധാനം, ആരോഗ്യ സുരക്ഷാ ക്ലിനിക്, പാവപ്പെട്ട രോഗികൾക്കായി ജീവൻ രക്ഷാ മരുന്നിനുള്ള ധനസഹായം, സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്കായുള്ള സംരംഭകത്വ പരിശീലനം, വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പുകൾ, കരിയർ ഗൈഡൻസ്, പഠനോപകരണങ്ങളുടെ വിതരണം, സൗജന്യമായുള്ള ഡ്രസ് ബാങ്കും, തീരദേശ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിരവധി സാന്ത്വന പദ്ധതികൾ, വയോജനങ്ങൾക്കായുള്ള റെക്രിയേഷൻ സെന്റർ. സുലൈമാൻ സേഠ് ഫിസിയോതെറാപ്പി ആൻഡ് സ്പീച്ച് സെന്റർ വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി കോഴിക്കോട് നഗരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ഒരു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും സമാരംഭം കുറിക്കുകയാണ്. അതെ, നന്മയിലൂടെയും കരുണയിലൂടെയും ദീർഘദർശനം ചെയ്തെടുത്ത സംശുദ്ധ പദ്ധതികളാണ് ഓരോന്നായിവിടെ സഫലീകൃതമാകാൻ പോകുന്നത്. ഇത് കേവലമൊരു ക്ഷേമ പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനമോ സഹകരണ പ്രവർത്തനമോ മാത്രമല്ല, ഇനിയും മാനുഷിക മൂല്യത്തിന്റെ ഉറവ വറ്റാത്ത ജൈവഘടനയുടെ തെളിനീർ പ്രവാഹം കൂടിയാണിത്.